കൊറേ ടേക്കായി പോണു, എനിക്ക് കിട്ടുന്നില്ല. ഷൈജക്ക് അവിടുന്ന് ദിലീഷേട്ടൻ അപ്പൊ എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോ അവള് പാത്രം കഴുകി മരിക്കുകയാണ് അവിടെ എന്ന് പറഞ്ഞിട്ട് എന്നെ ബിക്കോസ് എനിക്ക് അറിയില്ല ഇത് എന്താ ചെയ്യണ്ടേ. എപ്പോഴാണ് ഇതിനു മുമ്പ് ലൈബ്രറിയിൽ പോയത് ഈ സിനിമ ഷൂട്ടിംഗ് അല്ലാതെ? നല്ല വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ആരും എന്നോട് ഇതുവരെ ചോദിച്ചിട്ടില്ല. മാക്സിമം അറ്റ് ഹോം ആയിട്ട് ഫീൽ ചെയ്യണം ഒരു സെറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ. അല്ലെങ്കിൽ ഞാൻ ഭയങ്കര അൺകംഫർട്ടബിൾ ആവും, ഞാൻ ഭയങ്കര കോൺഷ്യസ് ആവും. അപ്പൊ അതൊന്നും അതൊക്കെ എന്നെ എഫക്ട് ചെയ്യാം ചിലപ്പോ. ഈ നാഷണൽ അവാർഡൊക്കെ മേടിച്ച ശേഷം പിന്നെ ഒരു ഇന്റർവ്യൂവിന് മുമ്പിൽ ഇരിക്കുമ്പോൾ എന്താണ് വ്യത്യാസം മകളെ? കൊറേ ചോദ്യങ്ങൾ എന്തൊക്കെ വരും എന്നുള്ള പേടിയുണ്ട്. പിന്നെ കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടുള്ള കുറച്ചും കൂടെ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. പിന്നെ അതല്ലാണ്ട് ഐ ഫീൽ എന്താ പറയാ, റിയലി ഹാപ്പി ആ ഒരു ദിവസം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയാലും. അതാണ് ഹോൾഡ് ദെയർ. ആ ഫോൺ എടുത്ത് ആ കേട്ട നിമിഷം ഒന്ന് പറയോ? ഞാന് തലേ ദിവസമാണ് ഇതിന്റെ I got calls from the media like saying you might be, അപ്പൊ അങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ കാര്യം മറന്നിരിക്കായിരുന്നു. ഒന്നാമത്തേത് സിനിമ ഇറങ്ങിയിട്ട് ഒത്തിരിയായി, പിന്നെ വി ആർ നോട്ട് തിങ്കിങ് അബൌട്ട് ഇറ്റ്. അപ്പൊ ഐ വാസ് സർപ്രൈസ്ഡ്. അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? അങ്ങനത്തെ ഒരു സർപ്രൈസ് ഉണ്ടായിരുന്നു. പിന്നെ അതല്ലാണ്ട് അപ്പൊ വന്നൊരു എക്സൈറ്റ്മെന്റും ഉണ്ടായിരുന്നു ആ ഒരു പോയിന്റ് തൊട്ടിട്ട്. ആൻഡ് ആ ദിവസം പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലാസ്റ്റ് കുറച്ച് സമയം രാത്രി ആയപ്പോ മീഡിയയിൽ ഭയങ്കരമായിട്ട് ഇതിങ്ങനെ വരാൻ തുടങ്ങിയപ്പോൾ ഐ ഗോട്ട് ഒരു ആങ്സൈറ്റിയും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ നെക്സ്റ്റ് ഡേ വാസ് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ദിവസമായിരുന്നു. വിത്ത് എ ലോട്ട് ഓഫ് ടെൻഷൻ, വിത്ത് എ ലോട്ട് ഓഫ് സെൽഫ് കൺവിൻസിങ് സെഷൻസ് ആൻഡ് ഓൾ ദോസ് തിങ്സ്. ടോക്കിംഗ് ടു മൈ സെൽഫ്, ഐ തിങ്ക് അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത്. And then you got a call from ആരെന്ന കോൾ കിട്ടിയേ? കോൾ അല്ല, സോ നമ്മള് സെറ്റിലായിരുന്നു and we all were watching the live, so we all stopped shooting for some time to watch what was happening around. എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഫോണിൽ ഉണ്ടായിരുന്നു ഓൾറെഡി. അപ്പൊ ഞാനിങ്ങനെ എനിക്ക് കാണണ്ടാന്ന് പറഞ്ഞു നേരെ. I didn't want to watch it, like എന്ത് തന്നെ ആയാലും I didn't want to see it. പിന്നെ നോക്കാം എന്തായാലും എന്താ സംഭവിക്കുക എന്നുള്ളത് നോക്കാം. അപ്പം ഞാനിത് കേൾക്കാ ചെയ്തത്. ആക്ച്വലി അവര് ലൈവ് വെച്ചിരിക്കുന്നത് ഐ വാസ് ലിസ്ണിംഗ് ടു ഇറ്റ് ആൻഡ് ദെൻ ഐ ഗോട്ട് ടു നോ. ഇറ്റ് വാസ് എ വെരി കോംപ്ലിക്കേറ്റഡ് പ്രോസസ്. പക്ഷെ എനിക്ക് ഭയങ്കര അതായിരുന്നു എനിക്ക് പീസ് തരുന്ന ഒരു സംഭവം ആ ഒരു സമയത്ത്. അതിന്ന് പിന്നെ ഇത് കേട്ട ഉടനെ കുറച്ചു നേരം സ്വയൊക്കെ പിച്ച് നോക്കിയോ, ഇത് എനിക്ക് തന്നെയാണോ സത്യമാണോ അങ്ങനത്തെ കുറെ മനസ്സിൽ കൂടെ പോയിട്ടുണ്ടാവും. ഒരു തരിപ്പായിരുന്നു മൊത്തത്തില്, ഒരു നമ്പായിട്ടുള്ള ഒരു ഫീലിംഗ് ആയിരുന്നു എനിക്ക് കുറെ നേരത്തേക്ക്. ഐ ഡിഡ്ന്റ് ഹാവ് എനി അതർ ഫീലിംഗ്. ഐ വാസ് ജസ്റ്റ് കംപ്ലീറ്റ്ലി ഒരു നമ്പായിട്ട് ഇരിക്കുകയായിരുന്നു. ആദ്യം ആരെയാ ഫോൺ ചെയ്തത്? ആദ്യം ഞാൻ മാമിനെ വിളിച്ചു, സുധാ മാമിനെ വിളിച്ചു നോക്കിയത്. പക്ഷെ ഐ ഡിഡ്ന്റ് ഗെറ്റ് ഇറ്റ്. പിന്നെ ഞാൻ അമ്മ ഓൾറെഡി എന്റെ കൊളീഗ്, ഐ മീൻ പ്രൊഡക്ഷൻ കൺട്രോളർ ചേട്ടൻ ഓൾറെഡി വീഡിയോ കോൾ ചെയ്യുന്നുണ്ടായിരുന്നു അവിടെ എന്താ നടക്കുന്നതെന്ന് കാണാനായിട്ട്. സോ അങ്ങനെ ഷീ വാസ് ഓൾറെഡി ഓൺ നോയിങ് വാട്ട് വാസ് ഹാപ്പനിങ് ദേർ. ഐ സ്പോക്ക് ടു ഹർ ആൻഡ് അങ്ങനെ വിളി വന്നുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അപ്പൊ ഫോണ് ഒരാളെ വിളിക്കാൻ നോക്കിയാൽ പോലും അത് കട്ടായി പോവും, അല്ലെങ്കിൽ അത് ഇറ്റ് വാസ് എന്റെ ഫോൺ ഹാങ് ആയി കുറച്ച് നേരത്തേക്ക്. ഇതൊക്കെ ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത കുറച്ച് മൊമെന്റ്സ് ആയിരുന്നു എന്റെ ലൈഫിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും എന്നുള്ളത്. അത് രണ്ടാമത് റീലീവ് ചെയ്യുമ്പോഴേ അതായത് നമ്മളൊരു സിറ്റുവേഷനോട് കടന്നു പോയിട്ട് നല്ലൊരു പോസിറ്റീവ് നല്ല മധുരം തരുന്ന ഒരു ഓർമ്മയാണ്. പക്ഷെ അത് റീലീവ് ചെയ്യുമ്പോ ചില സമയത്ത് ചില പാർട്ട് മിസ് ചെയ്യും തോന്നും. അയ്യോ ആ സമയത്ത് ഞാൻ എന്താ ചെയ്തേ യുനോ. സത്യമാണ്. ബിക്കോസ് ഇറ്റ് ഓൾ ഫീൽസ് ലൈക്ക് എ ഡ്രീം കുറെ നേരത്തേക്ക്. ആൻഡ് ഇറ്റ്സ് ലൈക്ക് ഇത് വീണ്ടും ഒരാളത് എടുത്തു പറയുമ്പോഴാണ് ഞാൻ വിചാരിക്കുന്നത് ഓ മൈ ഗോഡ് ദിസ് ഹാസ് ഹാപ്പൻഡ് ഇൻ മൈ ലൈഫ് എന്നുള്ളത്. ഒരു സിനിമയ്ക്ക് നടനും നടിക്കും ബെസ്റ്റ് ആക്ടർ ആക്ട്രസ് കിട്ടുക എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നേ മറ്റേ ഋതുപൂർണദാസിന് ഒരു സിനിമയ്ക്ക് ദഹൻ എന്ന് പറഞ്ഞൊരു സിനിമയ്ക്ക് മാത്രമാണ് രണ്ടുപേർക്ക് രണ്ട് ആക്ടേഴ്സിന് ഫീമെയിൽ ആക്ടേഴ്സിന് കിട്ടിക്കുന്നത്. അപ്പൊ അത് ഭയങ്കര സംഭവമായിരുന്നു. എനിക്ക് സംഭവം എന്ന് വെച്ചെങ്കിൽ 2 തൃശ്ശൂർക്കാർ നാഷണൽ അവാർഡ് കൊടുക്കുന്നു, അത് ഭയങ്കര സന്തോഷം. അത് എനിക്ക് വേറൊരു സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു. കാരണം ബിജു ചേട്ടന്റെ കൂടെ ഐ വാസ് ഓൾറെഡി ഡൂയിങ് എ മൂവി തങ്കം. ആൻഡ്
ആ മൂവിയുടെ പേര് പോലെ തന്നെയാണ് സെറ്റ്. ആ മൂവി പൂജ തുടങ്ങിയപ്പോഴാണ് സ്റ്റേറ്റ് അവാർഡ്സ് അനൗൺസ് ചെയ്തത്. ആൻഡ് ഓൾമോസ്റ്റ് എവ്രി വൺ, ഐ തിങ്ക് എക്സെപ്റ്റ് മീ, എവ്രി വൺ ഹാഡ് അവാർഡ് ഉണ്ടായിരുന്നു. അതിൽ ബിജുചേട്ടൻ ഉണ്ടായിരുന്നു, വിനീതേട്ടൻ ഉണ്ടായിരുന്നു, ഉണ്ണിമായ ചേച്ചിക്ക് ഉണ്ടായിരുന്നു, ജോജി ദിലീഷ് ചേട്ടൻ ഉണ്ടായിരുന്നു. സോ ആ സെറ്റ് തന്നെ മൊത്തത്തിൽ എന്തോ ആ പേര് അപ്പൊ അതുപോലെയായിരുന്നു. ആൻഡ് ദെൻ വെൻ നാഷണൽ അവാർഡ് ഗോട്ട് ഡിക്ലെയർഡ്, ഐ വാസ് ലൈക്ക് എന്താണ് ഇവിടെ നടക്കുന്നത്? So I was very happy that I was working with Bidchetan at the point in time. അപ്പൊ എല്ലാം ഒരുമിച്ച് സന്തോഷമായിട്ട് ഏറ്റെടുക്കും. ഈ സംഭവത്തിൽ ഇപ്പൊ കമ്മിങ് ടു യുവർ സുന്ദരി ഗാർഡൻസ്, ദ ക്രക്സ് ഓഫ് നോട്ട് ഐ എം ഗോണ സപ്പോസ് ടു ടോക്ക് അപ്പ്. അത് വെച്ചെങ്കിൽ ഇതൊരു വളരെ ഫീൽ ഗുഡ് പടമാണ്. അതായത് താൻ എന്താ പറയാ സുന്ദരി മാത്യു അല്ലെ, സുമ എന്ന് വിളിക്കുന്ന സുന്ദരി മാത്യു, അവനവന്റെ കുറച്ച് ക്വർക്കിനെസ്സും കുറച്ച് കളത്തറകളും ലൈബ്രറിയിലും കാലൊക്കെ കയറ്റി വെച്ച് ഒരു വേറൊരു കുട്ടിയാ. പക്ഷെ എനിക്ക് വേണം അതും നമ്മുടെ ഈ മറ്റേ സൂര്യനെ പോയിട്ടുള്ള ക്യാരക്ടറിന്റെ കൂടെ ഒരു സെയിം തന്നെയല്ലേ, ലൈക്ക് വിചാരിച്ച കാര്യം തന്റെ അടുത്തോടെ നടത്തുന്ന ഒരു കുട്ടി. അപ്പോ ഇതിലേക്ക് എത്തുമ്പോഴേ, ഇത് പതിനെടുക്കിലെ കുറെ സിനിമയിൽ അഭിനയിച്ചിരുന്നാലും ഇതൊരു വേറൊരു ജോണറിലല്ലേ, ബിക്കോസ് ഇറ്റ്സ് ഓൾ റിവോൾവിംഗ് അറൗണ്ട് യു. അപ്പൊ അതെങ്ങനെയായിരുന്നു അതിന്റെ ഒരു ഐ മീൻ ഈ ഒരു മറ്റേ ക്യാരക്ടർ ഇടയ്ക്ക് കയറി വരുമോ? എനിക്ക് ആ ക്യാരക്ടർ കയറി വരുന്നതിനെക്കാട്ടിലും സൂര്യ പോർട്ടർ ചെയ്യുന്നതിന് മുന്നേ ഐ ഹാഡ് എ ലോട്ട് ഓഫ് വർക്ക്ഷോപ്സ്. ആൻഡ് ഐ തിങ്ക് ആസ് എൻ ആർട്ടിസ്റ്റ് വെൻ ഐ വാസ് ഡൂയിങ് സുന്ദരി ഗാർഡൻസ് എനിക്ക് അത് കുറെ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന പോലെ തോന്നി. അത് നല്ലതല്ലേ, ഒരു ട്യൂഷന് പോയ കുറെ സബ്ജക്റ്റിനെ സഹായിക്കും. അതേ ഒരു എഫക്റ്റ് ആയിരുന്നു. അപ്പം ഞാൻ സൂര്യ പോർട്ടർ ചെയ്യുന്നതിന് മുന്നേ ആ എടുത്ത വർക്ക്ഷോപ്സ് ഒക്കെ ഇറ്റ് വാസ് സംഹൗ ഹെൽപ്പിംഗ് മീ വിത്ത് സുന്ദരി ഗാർഡൻസ്. അപ്പോ കാരണം സുന്ദരി ഗാർഡൻസ് എന്ന് പറഞ്ഞൊരു ആ ഒരു ടൈറ്റിൽ ക്യാരക്ടർ ചെയ്യുമ്പോൾ there were a lot of emotions ആ ക്യാരക്ടർ ഗോ ത്രൂ ചെയ്യുന്നത്. there were a lot of ups and downs. അപ്പൊ അതൊക്കെ ചെയ്യുമ്പോ I felt like I was a bit more involved ആ ക്യാരക്ടറിന്റെ അടുത്ത്. അപ്പൊ അത് കുറച്ചും കൂടെ എന്നെ ഹെൽപ്പ് ചെയ്തു എന്ന് തോന്നുന്നുണ്ട് while doing സുന്ദരി ഗാർഡൻസ്. അപ്പൊ ഇപ്പൊ കഥകൾ കേൾക്കുമ്പോ ഐ മീൻ ഞാൻ എപ്പോഴും അറിയുന്ന ഒരു നാഷണൽ അവാർഡോ അല്ലെങ്കിൽ സ്റ്റേറ്റ് അവാർഡോ ലഭിക്കുന്ന ഒരു ആക്ടറിന് കുറച്ചൊരു ആഡഡ് റെസ്പോൺസിബിലിറ്റി ആവും. പിന്നെ എന്തെടുക്കണം, കാരണം അതൊക്കെ ചെയ്തിട്ട് ഞാൻ ഇത് ചെയ്യണോ, അങ്ങനെ മാനസികമായിട്ടുള്ള ടെൻഷൻസ് വരാറുണ്ട് വെൻ യു ഹിയർ എ സ്റ്റോറി നൗ. എത്ര സമയത്തിലേക്ക് ഡിസൈഡ് ചെയ്യാനായിട്ട്? കൊച്ചുകുട്ടിയല്ലേ, അതുകൊണ്ട് ചോദിച്ചാ. ഉണ്ട് അത് മെയിൻലി എനിക്ക് കുറെയൊക്കെ പുറത്ത് ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ള ടെൻഷനാണ് കൂടുതൽ വരുന്നത്. ഇറ്റ്സ് നോട്ട് അബൌട്ട് മീ ആക്ച്വലി. ഞാൻ കുറെ കാര്യങ്ങൾ ഇങ്ങനെ എനിക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ ആ സബ്ജക്ട് എടുക്കും എന്നുള്ള ഒരു കൂട്ടത്തിലുള്ള ഒരാളാണ്. ബട്ട് കുറെ ഒപ്പീനിയൻസ് വരുമ്പോ ഐ സ്റ്റാർട്ട് തിങ്കിങ് അങ്ങനെ വേണോ അങ്ങനെ ആവണോ എന്നുള്ളതൊക്കെ ഞാൻ ആലോചിക്കും. ബട്ട് സ്റ്റിൽ അതെ കുറച്ച് എന്റെ മെയിൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് എനിക്ക് കുറച്ച് നല്ല ക്യാരക്ടേഴ്സ് ചെയ്യണം. ആൻഡ് സർപ്രൈസിംഗ്ലി ആഫ്റ്റർ സൂര്യ പോർട്ടർ എനിക്ക് തമിഴിനെക്കാട്ടിലും മലയാളത്തിലാണ് കൂടുതൽ മൂവീസ് വന്നത്. ആൻഡ് എല്ലാ ക്യാരക്ടേഴ്സും ഡിഫറെന്റ് ആണ്. ഒരുവിധം എല്ലാ ക്യാരക്ടേഴ്സിനും വേറെ. ഇപ്പം ഇത് കഴിഞ്ഞിട്ട് ഇറങ്ങാൻ പോകുന്ന ഒരു മൂവിയാണ് ഇനി ഉത്തരം എന്ന് പറഞ്ഞിട്ട്. ദാറ്റ് ഇസ് thing. അപ്പൊ ഐ തിങ്ക് ആ കാര്യത്തിൽ ഐ എം വെരി ലക്കി ആൻഡ് ഐ ഫീൽ ലൈക്ക് ഐ എം ഗോയിങ് ഇൻ ദ റൈറ്റ് പാത്ത് എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ലാസ്റ്റ് ടൈം ഇന്റർവ്യൂ ചെയ്തപ്പോ താങ്കൾ പഠനം കഴിഞ്ഞു ഈ സിനിമ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു, പക്ഷെ അത് മുഴുവൻ പറയാൻ വയ്യ എന്നൊക്കെ പറഞ്ഞു എന്നോട്. പക്ഷെ ഞാൻ വേറൊരു പടം സൈൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു എന്നോട്. റിമെമ്പർ, അതിനുശേഷം ഞാൻ ഒന്നും സൈൻ ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ ചിന്തിച്ചു, അപ്പൊ ഞാൻ ആലോചിച്ചിട്ടു ഇത്രയും ചില സമയത്ത് ചില ആൾക്കാർ അഡ്വൈസ് ചെയ്യും കുട്ടി വരുന്നതെല്ലാം ചെയ്യണം. ഒരു ഭാഗത്ത് അഡ്വൈസ് വേണ്ട, പാത്ത് പതുങ്ങി നല്ലത് നോക്കി കണ്ടുപിടിച്ച്. സോ ഈ ഉപദേശങ്ങൾ വരുമ്പോ ഇതിനെ എങ്ങനെയാണ് നല്ലതും ഒക്കെ മനസ്സിലേക്ക് എടുക്കാറ്, ആവശ്യമുള്ളതും ആവശ്യം വേണ്ട എന്ന് വെക്കുന്നതും? കുറെയൊക്കെ ഞാൻ എന്റെ സ്പേസിൽ നിന്ന് ആലോചിക്കാറുണ്ട്, ലൈക്ക് ഇഫ് ഐ റിയലി നീഡ് ഇറ്റ് ഓർ നോട്ട് എന്നുള്ളത്. കാരണം ഒരു പോയിന്റില് ആബ്സല്യൂട്ട്ലി സീറോ ആയിരുന്നു ഞാൻ എടുക്കുന്ന സിനിമകൾ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ലൈക്ക് സൂര്യ പോർട്ടർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എന്റെ ഒരു 3 റിലീസസ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ വേണം വെച്ച് എടുത്ത ഒരു ഗ്യാപ്പ് ആയിരുന്നു. ബിക്കോസ് ഐ വാണ്ടഡ് ടു കോൺസെൻട്രേറ്റ് സൂര്യ പോർട്ടറിൽ കൂടുതൽ. കാരണം ആ ഒരു ക്യാരക്ടറും അങ്ങനത്തെ ഒരു സിനിമയും എനിക്ക് അപ്പൊ കിട്ടിയ ഒരു വലിയൊരു ഗോൾഡൻ ചാൻസ് ആയിരുന്നു. അപ്പൊ ഐ ഡിഡ്ന്റ് വാണ്ട് ടു മെസ് ദാറ്റ് അപ്പ്. അതുകൊണ്ട് തന്നെ ഞാൻ അതിന് വേണ്ടിയിട്ട് വാട്ട് എവർ ഐ കുഡ് ഡു അത് ചെയ്യാന്നുള്ളതായിരുന്നു എന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. അപ്പൊ ആ സമയത്ത് ഞാൻ വേണം വെച്ച് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് തിങ്സ് വർ നാച്ചുറലി സ്ലോ, കാരണം കോവിഡ് വന്നു അതിന്റെ ഇടയിൽ.
അപ്പൊ അതെ ഇറങ്ങാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു, എവിടെ എങ്ങനെ ഇറക്കണം എന്നുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ പ്രൊഡ്യൂസേഴ്സ് ഒരു കോൾ എടുത്തോണ്ട് OTT റിലീസ് ചെയ്തു. പക്ഷെ എന്നിട്ടും വി ഹാഡ് ദിസ് പാൻഡമിക് ഗോയിങ് ഓൺ. അപ്പൊ അതുകൊണ്ട് തന്നെ കഥകള് ഒരു എൻഡ് ഉണ്ടായിരുന്നില്ല, ഇതിന് ഒരു കൺക്ലൂഷൻ ഉണ്ടായിരുന്നില്ല. ഇത് ചെയ്യണോ ചെയ്യണ്ടേ, ഇതിപ്പോ നടക്കുവോ നടക്കില്ലേ, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഓൾമോസ്റ്റ് ടുവേർഡ്സ് യുനോ കമ്മിങ് ബാക്ക് ടു നോർമൽ ആണ് ചാർലി എന്റെ അടുത്ത് വന്ന് കഥ പറയുന്നത്. അപ്പൊ ആ സമയത്ത് ഞാൻ ഈ കഥ ആദ്യം ഐ വാസ് ഡൗട്ട്ഫുൾ, ലൈക്ക് വേണോ വേണ്ടോ എന്നൊക്കെ എനിക്ക് ഞാൻ ആലോചിച്ചു. പിന്നെ ആ ക്യാരക്ടറും ആ മൊത്തം അതിന്റെ ആ ഒരു ആ സിനിമ സെറ്റ് ചെയ്തിരിക്കുന്ന മൂഡും ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് എന്തോ ഐ ഫെൽറ്റ് ലൈക്ക് ഡൂയിങ് ഇറ്റ്. അപ്പൊ ഐ തോട്ട് ഓക്കെ ഫൈൻ, ഇത് ചെയ്യാന്നുള്ളത് വിചാരിച്ചു. ആൻഡ് ആബ്സല്യൂട്ട്ലി എന്താ പറയാ എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു തരത്തിലുള്ള എക്സ്പെക്ടേഷനും ഇല്ലാണ്ട് ആണ് ഞാൻ സുന്ദരി ഗാർഡൻസ് ചെയ്യുന്നത്. പക്ഷെ ഇത് OTT ആണ് എന്ന് അറിയുമായിരുന്നു? ബിക്കോസ് നൗ ഇപ്പൊ അപർണയുടെ ഒരു പടം OTT റിലീസ് ചെയ്യുന്ന സമയത്ത്, സോണി ലിവിൽ റിലീസ് ചെയ്യുന്ന സമയത്ത് ആൾക്കാർക്ക് അറിയാൻ തന്നെ, അതായത് പാൻ ഇന്ത്യ ആക്ടർ എന്ന് ഞാൻ എല്ലാവരും വിളിക്കും. കാരണം വെച്ചെങ്കിൽ നമ്മുടെ പടങ്ങൾ മലയാളത്തിൽ മാത്രമല്ല അക്രോസ് ആൾക്കാർ വന്ന് എത്രയോ നോർത്ത് ഇന്ത്യയിൽ നിങ്ങളുടെ പടമൊക്കെ റിവ്യൂ ചെയ്യുന്നുണ്ട്. അപ്പോ ഇങ്ങനെ അഭിനയിക്കുന്ന സമയത്ത് യു ഹാവ് ദിസ് ഒരു തനിക്ക് തമിഴ് ഫാൻസ് ഉണ്ട്, യുനോ ആ ഒരു ഫാൻ ബേസിനെ മനസ്സിലാക്കിക്കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാറുണ്ടോ അഭിനയത്തിന്റെ ചില കണികകൾ? എനിക്ക് മനസ്സിലായില്ല. ഈശ്വര, ഇത്രയും വലിയ ചോദ്യം ചോദിച്ചിട്ട് മനസ്സിലായില്ല. ഓക്കെ, അത് വലുതായതുകൊണ്ട് എനിക്ക് മനസ്സിലാവുന്നത്. കുട്ടി, ഞാൻ പറയുന്നത് അതായത് താൻ പാൻ ഇന്ത്യ ആക്ടർ ആണല്ലോ. ഐ മീൻ അപർണ ബാലമുരളി എന്ന് പറയുന്ന നടി ഇപ്പൊ വെച്ചിട്ടുണ്ടെങ്കിൽ ബിക്കോസ് ഈ നാഷണൽ അവാർഡും കഴിഞ്ഞപ്പോ OTT പ്ലാറ്റ്ഫോം ഗോസ് ടു അക്രോസ്. അപ്പൊ പല ആൾക്കാരും സബ് ടൈറ്റിൽ കണ്ട് താങ്കളുടെ പടങ്ങൾ റിവ്യൂ ചെയ്യും. അപ്പൊ ഇപ്പൊ ഒരു സിനിമ വെൻ യു ആക്ട് യു തിങ്ക് ദാറ്റ് ഓക്കെ തന്റെ എല്ലാ ഓഡിയൻസ് ബേസിനെയും കുറച്ചും കൂടിയും ഫേവർ ചെയ്യണം തോന്നിയിട്ടുണ്ടോ? മനസ്സിലായോ എന്റെ ചോദ്യം? മനസ്സിലായി. അങ്ങനെ എന്താന്നറിയോ ചേച്ചി, എനിക്ക് I've always believed that if it's a good movie and if it's a good character, irrespective of the language, it will reach. അപ്പൊ അതെനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. And I think Sundari Gardens is a character is one character like that. I think a lot of women can relate to Sundari Saravaji. അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആണ് സുന്ദരി ഗാർഡൻസിലത്തെ ഒരു, ബിക്കോസ് അതൊരു ആ ഒരു സ്ത്രീയുടെ കഥ പറഞ്ഞു പോകുന്ന, അല്ലെങ്കിൽ അവരുടെ ആ ഒരു വേൾഡിൽ സംഭവിക്കുന്ന ചില വെരി ഫണി തിങ്സ് ആൻഡ് വെരി ഇമോഷണൽ, വളരെ ട്രാജിക് ആയിട്ടുള്ള കാര്യങ്ങളും, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള വേൾഡിൽ അവർ സെൽഫിഷ് ആവുന്ന കുറെ മൂമെന്റ്സ് ഉണ്ട്. സോ ഇതൊക്കെ അറ്റ് സം പോയിന്റ് വിൽ ഓൾ ഹാവ് gone through ആ ഒരു അപ്പൊ എനിക്ക് തോന്നുന്നു സുന്ദരി ഗാർഡൻസ് സ്പെഷ്യലി ആ ക്യാരക്ടർ there will be a lot of people who can relate to that character എന്ന് എനിക്ക് തോന്നുന്നു. അതന്നെയാണ് എനിക്ക് ഉത്തരത്തിലും കാണുമ്പോൾ താൻ എടുക്കുന്ന റോൾസ് ഉണ്ടല്ലോ, അപ്പോ ഡെഫിനറ്റ്ലി ഒരു ഡെപ്ത് വ്യത്യാസമുണ്ട്. അപ്പൊ ഉത്തരത്തിന്റെ പോസ്റ്റർ കണ്ടപ്പോ തന്നെ ഞാൻ ഇതൊരു ഡിഫറൻസ് ഉണ്ട്. സോ അങ്ങനെ ഇപ്പൊ ഒരു സെലക്ട് ചെയ്യുന്ന സമയത്ത് തനിക്ക് ഇഷ്ടപ്പെടുന്ന 3 കാര്യങ്ങൾ എന്തൊക്കെ? എനിക്ക് ഫസ്റ്റ് ആ കേൾക്കുമ്പോ കിട്ടുന്ന ആ ഒരു ഇമ്പാക്ട്, അത് എനിക്ക് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം. ഞാൻ ഒരുപാട് തോട്ട് ഇട്ട് അത് വേണോ വേണ്ടോ ചിന്തിക്കുന്നതിനെക്കാട്ടിലും അത് കേട്ട ഉടനെ ഐ ഫെൽറ്റ് കുറെ സ്ക്രിപ്റ്റ്സ് ലൈക്ക് ഓക്കെ ദിസ് സൗണ്ട്സ് ഗുഡ്, അല്ലെങ്കിൽ എനിക്ക് ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ് എന്ന് തോന്നിയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നു ഉത്തരത്തിന്റെ സ്ക്രിപ്റ്റ്. അപ്പൊ ബേസിക്കലി സ്ക്രിപ്റ്റ് നോക്കും, പക്ഷെ എത്ര തന്നെ സ്ക്രിപ്റ്റ് നന്നായാലും there can be എന്താ പറയാ ഫൈനലി അത് ആ ഒരു സംഭവം സിനിമയായിട്ട് പുറത്തു വരുമ്പോ there will be a lot of issues. ചിലപ്പോൾ ഓഡിയൻസിന് അത് വർക്ക് ആവില്ല. അങ്ങനത്തെ ഒരു സിനിമ ഞാൻ ചെയ്തതാണ് തൃശ്ശൂർ പേരൂർ ക്ലിപ്പ്. അപ്പൊ എനിക്ക് ആ സിനിമ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് വർക്ക് ചെയ്തൊരു സിനിമയാണ്. ഇപ്പോഴും ഐ ഫൈൻഡ് that one of the most interesting, എന്നെ സംബന്ധിച്ചിടത്തോളം I find that very interesting. ഞാൻ ആ ചെയ്ത ക്യാരക്ടർ ആണെങ്കിൽ I could learn a lot from that. അപ്പൊ അങ്ങനെ സംഭവിക്കാവുന്നതുണ്ട്. ബട്ട് സ്റ്റിൽ എനിക്ക് ഫസ്റ്റ് സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഇത്, പിന്നെ ഡയറക്ടർ അടുത്ത് നമുക്ക് സംസാരിക്കുമ്പോൾ തോന്നും നമുക്ക് what his vision is, എങ്ങനെയായിരിക്കണം അവർക്ക് not just this movie, what in general ആളുടെ സിനിമയെ കുറിച്ചുള്ള ആ ഒരു പെർസ്പെക്റ്റീവ് എല്ലാം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നും ഇറ്റ് ബി ഇൻട്രസ്റ്റിംഗ് ടു വർക്ക് വിത്ത് ഹിം എന്ന് തോന്നും. ആൻഡ് ഇപ്പൊ സുന്ദരി ഗാർഡൻസിന്റെ കേസില് ഇതില് മ്യൂസിക് ചെയ്തിരിക്കുന്നത് ജോസഫ് അൽഫോൻസ് അങ്കിൾ ആണ് മ്യൂസിക് ചെയ്തത്. ആൻഡ് ക്യാമറ ചെയ്തത് സ്വരൂപ് ആണ്. ആൻഡ് ഈ 2 പേരുകൾ ആക്ച്വലി എന്നെ ഭയങ്കരമായിട്ട് ആ സിനിമയിലേക്ക് ഡ്രോ ചെയ്തിരുന്നു. കാരണം സ്വരൂപേട്ടന്റെ കൂടെ ഞാൻ ഓൾറെഡി തൃശ്ശൂർ പേരൂർ ക്ലിപ്റ്റത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ
ആ ഒരു റാപ്പ് എപ്പോഴും ഉണ്ടായിരുന്നു. ആൻഡ് അൽഫോൻസ് അങ്കിൾ എന്ന് പറയുന്നത് ഐ ഫീൽ ലൈക്ക് ഹീസ് വൺ ഓഫ് ദി ബെസ്റ്റ് മ്യൂസിഷ്യൻസ്. ഞാൻ എത്രയോ കൊല്ലങ്ങൾ അദ്ദേഹത്തിന്റെ പാട്ട് കേട്ടിട്ട് ആ രണ്ട് പേരുകൾ വെരി അട്രാക്റ്റീവ്. അപ്പൊ എനിക്ക് തോന്നുന്നു പൃഥ്വിരാജ് നവ്യ നായരല്ലേ അതില് ഭയങ്കര ബ്യൂട്ടിഫുൾ സോങ്സ് ആണ്. അങ്ങനെ പിന്നെ അല്ലാണ്ട് പേഴ്സണലി എനിക്ക് നല്ലോണം അറിയുന്ന ഒരാളാണ് അൽഫോൻസ് അങ്കിൾ. അപ്പൊ എനിക്ക് തോന്നുന്നു ആ ടീം മൊത്തത്തില് നമ്മൾ വെരി ഇമ്പോർട്ടന്റ് ഫോർ മീ. കാരണം എനിക്ക് മാക്സിമം അറ്റ് ഹോം ആയിട്ട് ഫീൽ ചെയ്യണം ഒരു സെറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ. അല്ലെങ്കിൽ ഞാൻ ഭയങ്കര അൺകംഫർട്ടബിൾ ആവും, ഞാൻ ഭയങ്കര കോൺഷ്യസ് ആവും. അപ്പൊ അതൊന്നും അതൊക്കെ എന്നെ എഫക്ട് ചെയ്യാം ചിലപ്പോ. സോ ഐ തിങ്ക് ഈ 3 കാര്യങ്ങളായിരിക്കും ഞാൻ മെയിൻ ആയിട്ട് നോക്കുന്നത്. ഫ്രം മഹേഷിന്റെ പ്രതികാരം ടു ഉത്തരം, അടുത്തുള്ള പടങ്ങൾ ഞാൻ ചോദിക്കുന്നതിന് മുമ്പേ, ആസ് എൻ ആക്ടറിന്റെ ജേർണിയിലെ താങ്കൾക്ക് എന്തെങ്കിലും ചേഞ്ചസ് തോന്നിയിട്ടുണ്ടോ വെൻ യു അപ്രോച്ച് ഇൻ ഫ്രണ്ട് ഓഫ് ക്യാമറ, അല്ലെങ്കിൽ ദ വേ യു ഡ്രസ്, അല്ലെങ്കിൽ ചില കുറെ കുട്ടി കാര്യങ്ങളുണ്ടല്ലോ, അത് വ്യത്യാസം തോന്നിയിട്ടുണ്ടോ? താനായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ? ഞാനായിട്ട് ഡെവലപ്പ് ചെയ്യുന്നതിനെക്കാട്ടിലും അതുണ്ട്. കാരണം മഹേഷിന്റെ പ്രതികാരത്തിന്റെ സെറ്റില് ഞാൻ ഒരു പാട്ടിന്റെ ഇടയിൽ ഞാൻ ഒരു പാത്രം ഇങ്ങനെ കടയിൽ നിന്ന് വാങ്ങിയിട്ട് വാഷിംഗ്. അപ്പം എന്റെ കോൺസെൻട്രേഷൻ മുഴുവൻ പാത്രം കഴുകുന്നതിലായിരുന്നു. അപ്പൊ ഷൈജു ഖാലിദ് ആയിരുന്നു സിനിമാറ്റോഗ്രാഫർ. ഷൈജുക്ക കൊറേ ടേക്കായി പോണു, എനിക്ക് കിട്ടുന്നില്ല. ഷൈജുക്ക അവിടുന്ന് ദിലീഷ് ചേട്ടൻ അപ്പൊ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അവള് പാത്രം കഴുകി മരിക്കുകയാണ് അവിടെ എന്ന് പറഞ്ഞിട്ട് എന്നെ ബിക്കോസ് എനിക്ക് അറിയില്ല ഇത് എന്താ ചെയ്യണ്ടേ. അതായത് എന്റെ ക്യാമറ നമ്മളൊരു വളരെ ഒരു കണക്കില് നമുക്ക് ക്യാമറ കാണാൻ പറ്റണം, എന്നാലേ എന്റെ മുഖം ക്യാമറയിൽ പതിയൂന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ അത് അന്ന് സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഐ ഫിഗർ ഔട്ട് എ ലോട്ട് മോർ ദാൻ വാട്ട് ഐ ഇപ്പൊ എവിടെ നിൽക്കണം, ഏകദേശം എങ്ങനെ നിന്നാലാണ് എന്നെ കാണുക, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ നിൽക്കണോന്ന് ഞാൻ DOPയുടെ അടുത്ത് ചോദിക്കും. അങ്ങനെയൊക്കെ ചോദിക്കാനുള്ള ഒരു വിവരം വന്നിട്ടുണ്ട് എനിക്കിപ്പോ. ഇതില് ഏറ്റവും കൂടുതൽ ഞാൻ ഇപ്പൊ തങ്കം ചെയ്തോണ്ടിരുന്നപ്പോ ഞാൻ ശ്യാമേട്ടനോടാണ് ചോദിച്ചത്, യു സീ മീ ഇൻ മഹേഷിന്റെ പ്രതികാരം ആൻഡ് യു സീ മീ നൗ, ഡു യു ഫീൽ എ ഡിഫറൻസ് ഇൻ വാട്ട് ഐ എം ഡൂയിങ് എന്നുള്ളത് ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഹി സെഡ് യെസ് ഓഫ് കോഴ്സ്. നീ അന്ന് നിന്നെ ഫുൾ ആയിട്ട് സ്പൂൺ ഫീഡ് ചെയ്യണമെന്നുണ്ടായിരുന്നെങ്കിൽ ടുഡേ ഐ ജസ്റ്റ് നീഡ് ടു ടെൽ യു എക്സ്പ്ലെയിൻ ദ സീൻ, ജസ്റ്റ് പറഞ്ഞാൽ മതി ആൻഡ് യു വിൽ ഗോ ഡു ഇറ്റ്. അപ്പൊ ഐ ഫീൽ ലൈക്ക് ദാറ്റ്സ് എ ഗ്രോത്ത് എനിക്ക് എന്നെ സംബന്ധിച്ച്. ഇപ്പോഴും ഒരു പടം സൈൻ ചെയ്യുമ്പോൾ ദിലീഷ് ചേട്ടനോട് ചോദിക്കാറുണ്ടോ? ഇല്ല, അന്നേ എന്നെ കട്ട് ചെയ്തതോ. അതെ, അന്നേ കട്ട് ചെയ്തു. ബിക്കോസ് അന്ന് എനിക്ക് ഒരു എന്തോ ഒരു പെട്ടെന്നൊരു വേൾഡിലേക്ക് വരും, ഒരു പുതിയ ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോ ഐ ഡിഡ്ന്റ് നോ വാട്ട് ടു ഡു. അപ്പോ ദിലീഷ് ചേട്ടന്റെ അടുത്ത് ഞാൻ ദിലീഷ് ചേട്ടാ ഇങ്ങനെ വിളിക്കുന്നുണ്ട് പോണം. അപ്പൊ ദിലീഷ് ചേട്ടൻ 2-3 തവണ ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോ മനസ്സിലായി ഇത് നടപടിയാവൂല. അപ്പൊ ദിലീഷ് ചേട്ടൻ അന്ന് തന്നെ എന്നോട് പറഞ്ഞു, സി നീ എന്റെ അടുത്ത് ചോദിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ യു വിൽ ഹാവ് ടു ആസ്ക് സമ്മൺ, ദാറ്റ്സ് നോട്ട് പ്രാക്ടിക്കൽ. ആൻഡ് ഞാൻ കുറെ കാലം അച്ഛന്റെ കൂടെയാണ് കഥ കേട്ടതെന്നുണ്ടെങ്കിൽ അത് ഒരു ആഫ്റ്റർ എ പോയിന്റ് ഓഫ് ടൈം ഐ ഹിയർ ഇറ്റ് ബൈ മൈ സെൽഫ്. ബിക്കോസ് എനിക്ക് വേറെ ഇപ്പൊ എനിക്ക് ഇഷ്ടപ്പെടുന്ന സിനിമകൾ അച്ഛന് ഇഷ്ടപ്പെടുന്നില്ല, ആൻഡ് തിരിച്ചും അങ്ങനെയായിരിക്കും. അപ്പൊ ഒരു കഥ കേട്ടിട്ട് ചിലപ്പോ അച്ഛന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്റെ ജഡ്ജ്മെന്റ് ബൈസ്ഡ് ആവേണ്ട കാര്യമില്ലല്ലോ. ഞാൻ അത് ചോദിക്കൽ അന്നേ നിർത്തിയതാണ്. ഒരിക്കൽ ജഡ്ജ്മെന്റ് ഞാൻ താൻ വേണ്ടെന്ന് പറഞ്ഞ ശേഷം ആ പടം നന്നായി വർക്ക് ചെയ്തു ഓഡിയൻസിൽ ആൻഡ് യു റിജക്റ്റഡ് ഇറ്റ്, എത്ര സമയം പിടിക്കും മനസ്സിൽ അത് എടുക്കാമായിരുന്നു എന്ന് തോന്നുന്നത്? അത് ചിലപ്പോ എന്താ പറയാ, എനിക്ക് ഇടയ്ക്ക് ഒരു സിനിമ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. റീസെന്റ് അതിന്റെ ട്രെയിലറും ഇതൊക്കെ വന്നു. അപ്പം ഐ ഫെൽറ്റ് ലൈക്ക് അയ്യോ ഞാൻ ചെയ്യണമായിരുന്നു. അന്ന് എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല ചെയ്യാനായിട്ട് അന്ന്. പിന്നെ എനിക്ക് പൊതുവെ ഞാൻ ഇപ്പൊ കുറെ സിനിമകൾ ചെയ്യുന്നുണ്ട്, എന്നാൽ പോലും എനിക്ക് കുറെ സിനിമകൾ ഒരുമിച്ച് അല്ലെങ്കിൽ 2 സിനിമകൾ ഒരുമിച്ച് ചെയ്യുമ്പോ അതിന്റെ ആ ഒരു എന്താ പറയാ ആ ഒരു ജെനുവിൻ ഇത് പോവോന്ന് എനിക്ക് നല്ല പേടിയാണ്. സോ ഐ ആം നോട്ട് എ പേഴ്സൺ ഹു ഡു എ ലോട്ട് ഓഫ് മൂവീസ് ടുഗദർ ആൻഡ് ഐ ഡോണ്ട് വാണ്ട് ടു ഡു ഇറ്റ്. ബട്ട് യു നീഡ് യുവർ മീ ടൈം, യുവർ സ്പേസ് അല്ലേ? ആ ഒരു സമയത്ത് അത് അങ്ങനെയായിരുന്നു. അപ്പൊ എനിക്കത് എന്തായാലും ചെയ്യാൻ പറ്റില്ലായിരുന്നു. പക്ഷെ ഐ ഷുഡ് ഹാവ് ടേക്കൻ ദാറ്റ് അപ്പ് എ ലിറ്റിൽ മോർ സീരിയസ്ലി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സുന്ദരി ഗാർഡൻസിൽ എക്സ്ട്രാ ആയിട്ട് വാട്ട് എക്സാക്ട്ലി യു ഹാവ് ഡൺ ഇൻ ദിസ് ഒരു റോളില്? അതായത് പറഞ്ഞല്ലോ പലർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞു, ഏത് ഭാഷയിലെ ആളെയും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു. ഇപ്പൊ അപ്പൂനെ എങ്ങനെ തോന്നണേ? അപ്പൂന്റെ കയ്യിൽ നിന്ന് ഒരു വാട്ട് ഇസ് ദാറ്റ് യു ഹാവ് ഡൺ ആൻഡ് വാട്ട് യു ഫീൽ ഇറ്റ് വർക്ക്ഡ്? ഐ തിങ്ക് ബിഫോർ ഷൂട്ട് ഞാനും ചാർലിയും ഒരു ഡിസ്കഷന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഫുൾ സ്ക്രിപ്റ്റ് നമ്മൾ ആദ്യമേ വായിച്ചു.
പക്ഷെ പിന്നെ അത് കംപ്ലീറ്റ്ലി ലാസ്റ്റ് ഫൈനൽ ഡ്രാഫ്റ്റ് കൊണ്ടുവന്ന് ഹി സ്റ്റാർട്ടഡ് റീഡിങ് ഇറ്റ്. അപ്പൊ ആ ഒരു റീഡിങ്ങിന്റെ ഗുണം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഐ കുഡ് ടെൽ എ ലോട്ട് ഓഫ് പോയിന്റ്സ് ദാറ്റ് ഐ ഫെൽറ്റ് ലൈക്ക് സുന്ദരി മാത്യൂസ്. അപ്പൊ അത് ഇപ്പൊ കുറെ സ്ഥലത്ത് ഫോർ എക്സാമ്പിൾ കരയാന്നുള്ള ഒരു ഫാക്ടർ ഉണ്ടായിരുന്നു. And I said I don't think that person gone through so much. പുള്ളിക്കാരി അവിടെ കരയണം എന്നില്ല എന്ന് പറഞ്ഞ കുറെ. I think that is one major character that we had changed for the final on screen വന്നപ്പോ. And I think അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ആ ഒരു ക്യാരക്ടർ എന്താ പറയാ ഒരു ലൈബ്രറിയൻ ആണ്. ലൈബ്രറിയൻ ആണെങ്കിലും പുള്ളിക്കാരിയുടെ ഒരു വേൾഡിലാണ് എപ്പോഴും. ഷീ ഈസ് നോട്ട് വെരി മച്ച് ബോതേർഡ് അബൌട്ട് വാട്ട്സ് ഹാപ്പനിങ് അറൌണ്ട്. പക്ഷെ പിന്നെ കുറച്ച് അതിൽ മാറ്റങ്ങൾ വരികയും പിന്നെ ഷീ ട്രൈസ് ഹാർഡ് ടു ഡു എ ലോട്ട് ഓഫ് സ്റ്റഫ്. പക്ഷെ ഇറ്റ്സ് എ വെരി റിയൽ എന്താ പറയാ ക്യാരക്ടർ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എപ്പോഴാണ് ഇതിനു മുമ്പ് ലൈബ്രറിയിൽ പോയത് ഈ സിനിമ ഷൂട്ടിംഗ് അല്ലാതെ? നല്ല വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ആരും എന്നോട് ഇതുവരെ ചോദിച്ചിട്ടില്ല. ഞാന് കോളേജിൽ പഠിക്കുമ്പോ അല്ല എന്റെ കോളേജിൽ ഞാൻ 7 വർഷം പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വലിയ കുറെ കാലം 5 വർഷത്തിൽ കംപ്ലീറ്റ് ചെയ്യേണ്ട 7 വർഷത്തില് കംപ്ലീറ്റ് ചെയ്ത് അതുകൊണ്ട് സമയം കൊണ്ട് തള്ളിയിട്ടുണ്ട്. ടൗൺ ഹാൾ ലൈബ്രറി ഓർമ്മ വന്നു. തൃശ്ശൂരിലെ ടൗൺ ഹാൾ ലൈബ്രറി ഓർമ്മ വന്നു എനിക്ക് പെട്ടെന്ന്. പഴയ ലൈബ്രറി, ഭയങ്കര കുറെ പുസ്തകങ്ങൾ. പണ്ടത്തെ ഒരു മെമ്മറി ഉണ്ട്, കുട്ടീനൊപ്പം ജനിച്ചിട്ടില്ല. അപ്പൊ ഓണത്തിന് എവിടെയാ ഈ പ്രാവശ്യം? സെറ്റിലായിരിക്കും മിക്കവാറും. ഓക്കെ, ട്രിവാൻഡ്രത്ത്. ഏത് പടം ഷൂട്ട് ചെയ്തോണ്ടിരിക്കണേ? തങ്കം. കാപ്പ. ഓക്കെ 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 ഓക്കെ, സാക്ഷാൽ. യെസ് യെസ് യെസ്. അത് ട്രിവാൻഡ്രത്താണോ ഷൂട്ട്? ഓക്കെ. അപ്പൊ അത് തീരാറായോ? ഇല്ല, ഏകദേശം ലൈക് കുറച്ച് ഇതിനിടയിൽ ഷാജി സാറിന്റെ അമ്മ മരിച്ചു. അപ്പൊ വി ഹാഡ് ടു ടേക്ക് എ ബ്രേക്ക്. അപ്പൊ പിന്നെ അങ്ങനെ തമിഴ് പറഞ്ഞ ഇറങ്ങാനുണ്ട്. നിതം ഒരു വനം എന്ന് പറഞ്ഞിട്ട് അശോക് സെൽവന്റെ കൂടെ ഒരു സിനിമ ചെയ്തത്, അത് റിലീസ് ചെയ്യാനുണ്ട്. പിന്നെ ഐ എം ഓൾമോസ്റ്റ് കമ്മിറ്റിംഗ് അനദർ മൂവി. വെരി ബ്യൂട്ടിഫുൾ സ്റ്റോറി. അപ്പൊ കുട്ടിയുടെ അസുഖം മാറിയോ? ഒന്ന് ഭയങ്കര പനിയൊക്കെ മാറിയോ? മാറി വരുന്നു ഇപ്പോഴും. കുഴപ്പമില്ല. എന്താണ് ഞാൻ ചോദിച്ചത്, സുന്ദരി ഗാർഡൻസ് അല്ലേ? സുന്ദരിയും തുടങ്ങുന്ന 3 പാട്ട് 2 വരി പാടുവോ? സുന്ദരി സുന്ദരി ഒന്നൊരുങ്ങിവാ, സുന്ദരി നീയും സുന്ദരന്മാർ. സ്വന്തം ഡയറക്ടറിന്റെ പേരില് ഒരു ഉഗ്രൻ സുന്ദരി പാട്ടുണ്ട്. സുന്ദരി സുന്ദരി പെണ്ണേ. ട്യൂൺ കിട്ടി, പക്ഷെ ഞാൻ എന്തായിരുന്നു വാക്ക്? സുന്ദരി പെണ്ണേ, കറക്റ്റ്. പിന്നെ നമ്മുടെ സാക്ഷാൽ മണി സാറിന്റെ പാട്ട് സുന്ദരി. പറഞ്ഞുതരാം. സുന്ദരി കണ്ണാലൊരു സേതി. അതന്നെ. അപ്പൊ ഇനി ഈ സുന്ദരി ഗാർഡൻ എന്ന സിനിമ സോണി ലിവിൽ ഞാൻ കണ്ടു സിനിമ. പക്ഷെ എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ആൾക്കാർ കാണണ്ടേ? അപർണ ബാലമുരളി നാഷണൽ അവാർഡ് മേടിച്ച ശേഷം ആദ്യമായി ഇറങ്ങുന്ന സിനിമ, ഇതും ഉത്തരവും അടുത്തടുത്താണ്. അപ്പോൾ എന്തുകൊണ്ടാണ്, why should I watch? Why should people watch it? It's a very light-hearted movie, and if you're like in between a lot of things and if you want to sit, watch or relax either cinema കാണണമെന്നുണ്ടെങ്കിൽ I think this definitely is one movie to watch. അപ്പൊ ഇതില് സുന്ദരി മാത്യൂസ് പറഞ്ഞ ക്യാരക്ടർ ഒരു ഡിവോഴ്സിയാണ്. അപ്പൊ ഐ തിങ്ക് ദാറ്റ് ഇസ് വൺ വെരി ഇമ്പോർട്ടന്റ് ടോപ്പിക്. ഭയങ്കരമായിട്ട് ഇതിൽ ആ ടോപ്പിക് പറയുന്നൊന്നുമില്ല, ബട്ട് again how a person even after a divorce can live their life. I think a lot of people ipo find it difficult to get out of a bad marriage. Appo anganeyullavarku I think if I can bring in something idengilum endeyilum hope konduvaran pattiya, I think that would be a great thing. Adu not just for them but for എന്താ പറയാ കുറെ പേരൻസിനും അതൊരു വലിയ ഒരു ഇതായിരിക്കും എനിക്ക് തോന്നുന്നു. അപ്പോഴും ഞാൻ പറയുന്നത് വെച്ചാൽ വെരി ലൈറ്റ് ഹാർട്ടഡ് മൂവി. അതുകൊണ്ട് അതിനെ ഭയങ്കരമായിട്ട് സംസാരിക്കുന്നില്ലെങ്കിലും ആ ഒരു എനിക്ക് തോന്നിയത് ഇതാ ഭയങ്കര അനായാസമായിരുന്നു, വെരി ഈസി.
മറ്റേതിൽ കുറച്ചുകൂടി യു നോ ദാറ്റ് ബിക്കോസ് ലാംഗ്വേജ് പഠിക്കണം, ലാംഗ്വേജ് അത് സാധാരണ ലാംഗ്വേജ് ആ ഒരു ആക്സെന്റ് പിടിക്കണം. ആൻഡ് ദെൻ കുറെ കാര്യം ഇതിലേതല്ല, ഇത് മലയാളം ഭാഷ മാത്രമല്ല. ബട്ട് ഐ സോ യു ഒരു ഇതിന്റെ കോവിഡിന്റെ ഒരു സാധനം ചെയ്തില്ലേ, അസലായിരുന്നു. that I had texted you. അത് ഭയങ്കര നന്നായിരുന്നു, അസലായിരുന്നു. അതിൽ നിന്നും ഐ മീൻ യു ബിക്കം മോർ ആൻഡ് മോർ ഈസി ആണ് ക്യാമറയുടെ മുമ്പിൽ എന്നാണ് എനിക്ക് തോന്നിയത്. ഒരു വെൽക്കം ഒരു ബ്രീസ് മാതിരി. അതെനിക്ക് തോന്നുന്നു. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, when I had that ഒരു കുറച്ച് സെഷൻസ് when I came back to my own language, I think it made it more easier ഇവിടെ ചെയ്യാനായിട്ട്. And കുറെ ഇമോഷൻസ് were very closer to my heart like ചെയ്യുമ്പോ. അപ്പൊ അതെനിക്ക് ഹെൽപ്പ് ചെയ്തു. അപ്പൊ ശരി സുന്ദരി, സൈനിങ് ഓഫ്. Thank you. Bye bye. Bye.